ഓം ശാന്തി 12/4/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബയ്ക്ക് എല്ലാ കുട്ടികളോടും സ്നേഹമുണ്ട്. എന്നാൽ ബാബയുടെ അഭിപ്രായങ്ങൾക്ക് ബഹുമാനം നൽകുന്നത് ആരാണോ അവർക്ക് തിളക്കമുണ്ടാകും. ഗുണവാനായ കുട്ടികൾ സ്നേഹം ആകർഷിക്കും. ചോദ്യം: ബാബ ഏതൊരു കരാറാണ് എടുത്തിരിക്കുന്നത്? ഉത്തരം: എല്ലാവരെയും പുഷ്പമാക്കി മാറ്റി തിരികെ കൊണ്ടുപോകുന്നതിനുള്ള കരാറ് ഒരേ ഒരു ബാബയുടേതാണ്. ബാബയെപ്പോലൊരു കരാറുകാരൻ വേറെ ഇല്ല. ബാബയാണ് സർവരുടെയും സദ്ഗതി ചെയ്യാൻ വരുന്നത്. ബാബയ്ക്ക് സേവനമില്ലാതെ ഇരിക്കാൻ കഴിയില്ല. അതിനാൽ കുട്ടികളും സേവനത്തിന്റെ തെളിവ് നൽകണം. ചെവി കൊള്ളാതിരിക്കരുത്. ഓം ശാന്തി. ആത്മീയ അച്ഛൻ ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. കുട്ടികളെ, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ഇരിക്കൂ. ഇത് ഒരേ ഒരു അച്ഛനാണ് മനസ്സിലാക്കി തരുന്നത്. അല്ലാതെ ഒരു മനുഷ്യനെ കൊണ്ടും ഇത് ആർക്കും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഇത് 5000 വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ തന്നെയാണ് വന്ന് പഠിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ കുട്ടികൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ് എന്നത് മറ്റാർക്കും അറിയില്ല. നമ്മൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ്. ഇത് നിങ്ങൾ കുട്ടികൾക്ക് ഓർമ്മ വേണം. ഇതും മന്മനാ ഭവയാണ്. അച്ഛൻ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. എന്തുകൊണ്ടെന്നാൽ തിരിച്ചു പോകണം. 84 ജന്മങ്ങൾ ഇപ്പോൾ പൂർത്തിയായി. ഇപ്പോൾ സതോ പ്രധാനമായി തിരിച്ചു പോകണം. ചിലരാണെങ്കിൽ തീർത്തും ഓർമ്മിക്കുന്നില്ല. അച്ഛൻ ഓരോ കുട്ടികളുടെയും പുരുഷാർത്ഥം നല്ല രീതിയിൽ അറിയുന്നു. അതിലും മുഖ്യമായവർ ഇവിടെയുണ്ട്, അതുപോലെ പുറത്തുമുണ്ട്. ബാബ ഇവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. എന്നാൽ ആരാണോ സേവനയുക്തരായ കുട്ടികൾ അവരെയാണ് ബാബ ഓർമ്മിക്കുന്നത്. നോക്കുന്നുമുണ്ട് ഇവർ ഏതു പ്രകാരത്തിലുള്ള പുഷ്പമാണ്, ഇവരിൽ എന്തെല്ലാം ഗുണങ്ങളുണ്ട്. ഒരു ഗുണവും ഇല്ലാത്തവരും ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ളവരെ കണ്ട് ബാബ എന്ത് ചെയ്യും? ബാബ സ്നേഹത്തിന്റെ കാന്തമാണ്. അതിനാൽ തീർച്ചയായും ആകർഷിക്കും. പക്ഷെ ബാബയ്ക്ക് ഉള്ളിന്റെ ഉള്ളിൽ അറിയാം. അച്ഛൻ തന്റെ മുഴുവൻ കണക്കുകളും വെളിപ്പെടുത്തുന്നു. അതിനാൽ കുട്ടികളും തന്റെ കണക്ക് കാണിക്കണം. അച്ഛൻ പറയുന്നു, ഞാൻ നിങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കാൻ വന്നിരിക്കുകയാണ്. പിന്നീട് ആര് എങ്ങനെ പുരുഷാർത്ഥം ചെയ്യുന്നുവോ അതുപോലെ ആരെല്ലാം പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട് അതും അറിയണം. ബാബ എഴുതുന്നു, എല്ലാവരുടെയും ജോലി എഴുതി അറിയിക്കൂ, അല്ലെങ്കിൽ അവരെ കൊണ്ട് എഴുതിക്കൂ, എന്നിട്ട് അയച്ചു തരൂ. ആരാണോ സമർത്ഥരായ വിവേകശാലികളായ ബ്രാഹ്മണികൾ, അവർ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, വരുമാനം എത്രയാണ് എന്നതെല്ലാം എഴുതി അയച്ചു തരുന്നു. അച്ഛൻ തന്റെ എല്ലാം പറഞ്ഞു തരുന്നു. അതുപോലെ സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തെയും മനസ്സിലാക്കി തരുന്നു. എല്ലാവരുടെയും അവസ്ഥയെ അറിയും. വ്യത്യസ്തങ്ങളായ വിവിധ തരത്തിലുള്ള പുഷ്പങ്ങളാണ്. ഓരോ പൂക്കളും കാണിച്ചു തന്നുകൊണ്ട് ബാബ പറയുന്നു, നോക്കൂ എത്ര രാജകീയമായ പുഷ്പമാണ്. ഇപ്പോൾ നല്ല സുഗന്ധമുണ്ട്. ഇനി മുഴുവനായും വിടരുമ്പോൾ ഫസ്റ്റ് ക്ലാസ് ശോഭയുണ്ടാകും. നിങ്ങളും ഈ ലക്ഷ്മി നാരായണന്മാരെ പോലെ യോഗ്യരായി മാറും. അതിനാൽ ബാബ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സെർച്ച് ലൈറ്റ് നൽകുന്നു എന്നല്ല. ആര് എങ്ങനെയാണോ അതനുസരിച്ച് ആകർഷിക്കുന്നു. ഒരു ഗുണവും ഇല്ലാത്തവർ എങ്ങനെ ആകർഷിക്കാനാണ്? ഇങ്ങനെയുള്ളവർ അവിടെ ചെന്ന് വില കുറഞ്ഞ പദവി നേടുന്നു. ബാബ ഓരോരുത്തരുടെയും ഗുണം കാണുന്നുണ്ട്, സ്നേഹിക്കുന്നുമുണ്ട്. സ്നേഹത്താൽ കണ്ണ് നനയുന്നു. ഈ സർവീസബിളായ കുട്ടികൾ എത്ര സേവനമാണ് ചെയ്യുന്നത്. ഇവർക്ക് സേവനമില്ലാതെ വിശ്രമിക്കാൻ തോന്നുന്നില്ല.
ചിലർക്കാണെങ്കിൽ സേവനം ചെയ്യാനേ അറിയില്ല, യോഗത്തിൽ ഇരിക്കുന്നില്ല, ജ്ഞാനത്തിന്റെ ധാരണ ഇല്ല. ബാബ മനസ്സിലാക്കും, ഇവർ എന്ത് പദവി നേടും? ആർക്കും ഒളിഞ്ഞിരിക്കാൻ കഴിയില്ല. ബുദ്ധിശാലികളായ കുട്ടികൾ ആരാണോ, സെന്റർ സംരക്ഷിക്കുന്നത് ആരാണോ, അവർ ഓരോരുത്തരുടെയും കണക്കുകൾ അയച്ചു തരണം. അപ്പോൾ ബാബ മനസ്സിലാക്കും എത്രത്തോളം പുരുഷാർത്ഥി ആണെന്ന്. ബാബ ജ്ഞാനസാഗരനാണ്. കുട്ടികൾക്ക് ജ്ഞാനം നൽകുന്നു. ആര് എത്രത്തോളം ജ്ഞാനം എടുക്കുന്നുണ്ട്, ഗുണവാനായി മാറുന്നുണ്ട്, ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബാബയ്ക്ക് എല്ലാവരോടും സ്നേഹമുണ്ട്. ഇതിനെക്കുറിച്ചൊരു പാട്ടുമുണ്ട്. അങ്ങേക്ക് മുള്ളുകളോടും സ്നേഹമാണ്, പൂക്കളോടും സ്നേഹമാണ്. നമ്പർ വൈസ് തന്നെയാണ്. അതിനാൽ അച്ഛനോട് എത്രയധികം സ്നേഹം വേണം. അച്ഛൻ എന്തു പറയുന്നുവോ അത് പെട്ടെന്ന് തന്നെ ചെയ്തു കാണിക്കണം. അപ്പോൾ ബാബ മനസ്സിലാക്കും കുട്ടിക്ക് അച്ഛനോട് സ്നേഹമുണ്ട്. അവർക്ക് ആകർഷണമുണ്ടാകും. ബാബയിൽ ഇത്രയും ആകർഷണ ശക്തിയാണ്. അതിൽ പൂർണമായും ഒട്ടിപ്പിടിക്കും. പക്ഷേ ഏതുവരെ കറ ഇളകുന്നില്ലയോ അതുവരെ ആകർഷണവും ഉണ്ടാകില്ല. ഓരോരുത്തരെയും നോക്കുന്നുണ്ട്. അച്ഛന് സേവനയുക്തരായ കുട്ടികളെ വേണം. അച്ഛൻ വരുന്നത് തന്നെ സേവനം ചെയ്യാനാണ്. പതിതരെ പാവനമാക്കി മാറ്റുന്നു. ഇത് നിങ്ങൾക്കറിയാം. ലോകത്തിലുള്ളവർക്ക് ഇത് അറിയില്ല. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നിങ്ങൾ കുറച്ചുപേരേയുള്ളൂ. ഏതുവരെ യോഗമില്ലയോ അതുവരെ ആകർഷണമുണ്ടാകില്ല. ഈ പരിശ്രമം വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ. എന്തെങ്കിലും കാര്യങ്ങളിൽ മുഴുകുന്നു. എന്തെല്ലാം കേട്ടോ അതിനെയെല്ലാം സത്യമാണ് സത്യമാണ് എന്ന് പറയാൻ ഇത് ആ സത്സംഗമല്ല. സർവശാസ്ത്ര ശിരോമണി ഒരേ ഒരു ഗീതയാണ്. ഗീതയിൽ തന്നെയാണ് രാജയോഗമുള്ളത്. വിശ്വത്തിന്റെ അധികാരി ബാബയാണ്. കുട്ടികളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഗീതയിലൂടെയാണ് പ്രഭാവമുണ്ടാകുക. പക്ഷേ അത്രത്തോളം ശക്തിശാലിയാകണം. യോഗത്തിന്റെ ശക്തി വളരെയധികം വേണം. ഈ കാര്യത്തിൽ വളരെ ബലഹീനമാണ്. ഇപ്പോൾ കുറച്ചു സമയമുണ്ട്. പറയുന്നു, മധുരം നൽകിയാലേ മധുരം ലഭിക്കൂ. എന്നെ സ്നേഹിക്കുകയാണെങ്കിൽ ഞാനും സ്നേഹിക്കാം. ഇതാണ് ആത്മാവിന്റെ സ്നേഹം. ഒരു ബാബയുടെ ഓർമ്മയിൽ ഇരിക്കണം. ഈ ഓർമ്മയിലൂടെയേ വികർമ്മം വിനാശമാകൂ. ചിലർ തീർത്തും ഓർമ്മിക്കുന്നില്ല. അച്ഛൻ മനസ്സിലാക്കി തരുന്നു, ഇവിടെ ഭക്തിയുടെ കാര്യമില്ല. ഇത് ബാബയുടെ രഥമാണ്. ഇവരിലൂടെയാണ് ശിവബാബ പഠിപ്പിക്കുന്നത്. എന്റെ കാല് കഴുകി വെള്ളം കുടിക്കൂ എന്ന് ശിവബാബ പറയില്ല. ബാബ കാലിൽ തൊടാൻ പോലും അനുവദിക്കില്ല. ഇത് പഠിപ്പാണ്. കാല് പിടിക്കുന്നതുകൊണ്ട് എന്തു ഗുണം? ബാബ എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നവരാണ്. കോടികളിൽ ചിലരെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കൂ. ആരാണോ കൽപ്പം മുമ്പ് ഉള്ളവർ അവരെ മനസ്സിലാക്കൂ. നിഷ്കളങ്കരുടെ നാഥനായ ബാബ വന്ന് നിഷ്കളങ്കരായ മാതാക്കൾക്ക് ജ്ഞാനം നൽകി ഉയർത്തുന്നു. ബാബ പൂർണമായും ഉയർത്തുന്നു, മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കും. ബാബ ഇത് മാത്രമേ പറയുന്നുള്ളൂ, വികാരങ്ങളെ ഉപേക്ഷിക്കൂ. ഇതിലാണ് ബഹളങ്ങൾ ഉണ്ടാകുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, സ്വയം നോക്കൂ, എന്നിൽ എന്തെല്ലാം അവഗുണങ്ങൾ ഉണ്ട്. കച്ചവടക്കാർ ദിവസവും തന്റെ ലാഭനഷ്ടത്തിന്റെ കണക്ക് എടുക്കും. നിങ്ങളും കണക്ക് നോക്കൂ. നമ്മെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്ന അതിസ്നേഹിയായ ബാബയെ എത്ര സമയം ഞാൻ ഓർമ്മിച്ചു നോക്കും. എന്നിട്ട് ഓർമ്മിച്ചത് കുറവാണെങ്കിൽ ലജ്ജ തോന്നും. എന്തേ ഇങ്ങനെയുള്ള അച്ഛനെ ഞാൻ ഓർമ്മിച്ചില്ലെന്നോ? നമ്മുടെ ബാബ വളരെ അത്ഭുതകരമാണ്. സ്വർഗമാണ് മുഴുവൻ സൃഷ്ടിയിലെയും വളരെ അത്ഭുതകരമായ വസ്തു. അവർ സ്വർഗം ലക്ഷക്കണക്കിന് വർഷങ്ങളാണ് എന്ന് പറയുന്നു.
നിങ്ങൾ പറയും 5000 വർഷമാണ്. രാത്രിയുടെയും പകലിന്റെയും വ്യത്യാസമാണ്. പഴയ ഭക്തർ ആരാണോ അവരിൽ ബാബ ബലിയാകുന്നു. അതീവ ഭക്തി ചെയ്തിട്ടുണ്ടല്ലോ. ബ്രഹ്മബാബ ഈ ജന്മത്തിലും ഗീത പഠിച്ചിരുന്നു. ഒപ്പം നാരായണന്റെ ചിത്രവും സൂക്ഷിച്ചിരുന്നു. ലക്ഷ്മിയെ ദാസ്യത്വത്തിൽ നിന്ന് മുക്തമാക്കിയപ്പോൾ എത്ര സന്തോഷമുണ്ടായി. എങ്ങനെ നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് സത്യുഗത്തിൽ പുതിയ ശരീരം എടുക്കുമോ അതുപോലെ ബാബയ്ക്കും സന്തോഷമുണ്ടായിരുന്നു. ഞാൻ പോയി വെളുത്ത രാജകുമാരനാകും. പുരുഷാർത്ഥവും ചെയ്യിച്ചുകൊണ്ടിരുന്നു. വെറുതെ എങ്ങനെ ആവും? നിങ്ങളും നല്ല രീതിയിൽ അച്ഛനെ ഓർമ്മിക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ സമ്പത്ത് നേടും. ചിലർ പഠിക്കുന്നുമില്ല, ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യുന്നില്ല, കണക്കും വെക്കുന്നില്ല. ഉയർന്ന പദവിയിലെത്തുന്നത് ആരാണോ അവരെ എപ്പോഴും കണക്ക് വെക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ കേവലം ഷോ കാണിക്കും. 15-20 ദിവസങ്ങൾക്ക് ശേഷം എഴുതുന്നത് അവസാനിപ്പിക്കും. ഇവിടെ പരീക്ഷകളെല്ലാം ഗുപ്തമാണ്. ഓരോരുത്തരുടെയും യോഗ്യത എന്താണെന്ന് അച്ഛനറിയാം. ബാബ പറയുന്നത് പെട്ടെന്നനുസരിച്ചാൽ പറയും ആജ്ഞാകാരി അനുസരണ ഉള്ളവരാണ് എന്ന്. ബാബ പറയുന്നു ഇപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ജോലി ചെയ്യാനുണ്ട്. എത്ര നല്ല നല്ല കുട്ടികൾ പോലും ഉപേക്ഷിച്ചു പോകുന്നു. ബാബ ഒരിക്കലും ആരെയും ഉപേക്ഷിക്കുകയോ ഡിവോഴ്സ് നൽകുകയോ ചെയ്യില്ല. ബാബ വന്നിരിക്കുന്നത് ഡ്രാമ അനുസരിച്ച് വലിയ കരാർ എടുക്കാനാണ്. ഞാൻ ഏറ്റവും വലിയ കരാറുകാരനാണ്. എല്ലാവരെയും പുഷ്പമാക്കി മാറ്റി കൂടെ കൊണ്ടുപോകും. നിങ്ങൾ കുട്ടികൾക്കറിയാം, പതിതരെ പാവനമാക്കി മാറ്റുന്ന കരാറുകാരൻ ഒന്നേ ഉള്ളൂ. ബാബ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുകയാണ്. ചിലർക്ക് നല്ല നിശ്ചയമുണ്ട്, ചിലർക്കാണെങ്കിൽ നിശ്ചയമില്ല. ഇന്ന് ഇവിടെയുണ്ട്, നാളെ ഉപേക്ഷിച്ചു പോകും. പെരുമാറ്റം അങ്ങനെയുള്ളതാണ്. ഉള്ളു തിന്നുകൊണ്ടിരിക്കും. ഞാൻ ബാബയുടെ അടുത്തിരുന്നിട്ട് ബാബയുടേതായിട്ട് എന്താണ് ചെയ്യുന്നത്? സേവനമൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ലഭിക്കുന്നത് എന്താണ്? ചപ്പാത്തി ഉണ്ടാക്കുക, കറിയുണ്ടാക്കുക, ഇതെല്ലാം മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നു. പുതുതായി എന്ത് ചെയ്തു? എത്ര പേർക്ക് വഴി പറഞ്ഞു കൊടുത്തുവെന്ന് സേവനത്തിന്റെ തെളിവ് നൽകണം. ഈ ഡ്രാമ വളരെ അതിശയകരമായി നിർമ്മിച്ചതാണ്. എന്തെല്ലാം സംഭവിക്കുന്നുണ്ടോ അതെല്ലാം നിങ്ങൾ പ്രാക്ടിക്കലായി കാണുന്നുണ്ട്. ശാസ്ത്രങ്ങളിൽ കൃഷ്ണന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്. പക്ഷെ ചരിത്രം ഒരേ ഒരു അച്ഛന്റേതാണ്. ബാബയാണ് എല്ലാവരുടെയും സദ്ഗതി ചെയ്യുന്നത്. ബാബയുടേതുപോലുള്ള ചരിത്രം മറ്റാർക്കും ഉണ്ടാവുക സാധ്യമല്ല. ചരിത്രമാണെങ്കിൽ അതിൽ എന്തെങ്കിലും നല്ലത് ഉണ്ടായിരിക്കണം. കട്ടുകൊണ്ടു പോവുക, അതുമിതും ചെയ്യുക, ഇതൊന്നും ചരിത്രമല്ല. സർവരുടെയും സദ്ഗതി ചെയ്യുന്നത് ഒരേ ഒരു ബാബയാണ്. ബാബ കൽപ്പകൽപ്പം വന്ന് സ്വർഗം സ്ഥാപന ചെയ്യുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ കാര്യമേ ഇല്ല. അതിനാൽ കുട്ടികൾ മോശമായ ശീലങ്ങൾ ഉപേക്ഷിക്കണം. ഇല്ലെങ്കിൽ എന്ത് പദവി ലഭിക്കും? പ്രിയതമനും ഗുണം നോക്കിയല്ലേ പ്രേമിക്കുക. ആരാണോ അവരുടെ സേവനം ചെയ്യുന്നത് അവരെയാണ് പ്രേമിക്കുക. സേവനം ചെയ്യാത്തത് ആരാണോ അവരെ കൊണ്ട് എന്താണ്? ഈ കാര്യങ്ങൾ വളരെ മനസ്സിലാക്കേണ്ടതാണ്. ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ മഹാഭാഗ്യശാലികളാണ്. നിങ്ങളെപ്പോലെ ഭാഗ്യശാലിയായി മറ്റാരുമില്ല. തീർച്ചയായും നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകും. പക്ഷെ പ്രാലബ്ധം വളരെ ഉയർന്നത് ഉണ്ടാക്കണം. കൽപ്പകൽപ്പാന്തരങ്ങളിലെ കാര്യമാണ്. പദവി കുറഞ്ഞു പോകും. എന്ത് ലഭിച്ചോ അത് നല്ലതാണ് എന്ന് പറഞ്ഞ് സന്തോഷിക്കരുത്. പുരുഷാർത്ഥം വളരെ നന്നായി ചെയ്യണം. സേവനത്തിന്റെ തെളിവ് വേണം. എത്ര പേരെ തനിക്ക് സമാനമാക്കി മാറ്റി. നിങ്ങളുടെ പ്രജ എവിടെയാണ്? പക്ഷെ നമ്മൾ എവിടെയാണ് എന്നത് മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. ഇതാണ്
മുള്ളുകളുടെ കാട്, അതാണ് പൂക്കളുടെ തോട്ടം. അതിനാൽ ഇപ്പോൾ അച്ഛനെയും അമ്മയെയും അനന്യരായ കുട്ടികളെയും ഫോളോ ചെയ്യണം, എന്നാലേ ഉയർന്ന പദവി ലഭിക്കൂ. ബാബ വളരെയധികം മനസ്സിലാക്കി തരുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ടവരെ മനസ്സിലാക്കൂ. ചിലർ കേട്ട് പിന്നീട് നല്ല രീതിയിൽ വിചാരസാഗര മന്ഥനം ചെയ്യുന്നു. ചിലർ കേട്ടിട്ടും കേൾക്കാത്തതുപോലെ ഇരിക്കുന്നു. ശിവബാബയെ ഓർമ്മയുണ്ടോ എന്ന് പലയിടങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. ബാബയെ ഓർമ്മയുണ്ടെങ്കിൽ സമ്പത്തും ഓർമ്മ വരും. ദൈവിക ഗുണങ്ങളുണ്ടെങ്കിൽ ദേവതയാകും. അഥവാ ക്രോധമുണ്ടെങ്കിൽ, ആസുരീയ അവഗുണങ്ങളുണ്ടെങ്കിൽ ഉയർന്ന പദവി നേടാൻ കഴിയില്ല. അവിടെ ഒരു ഭൂതവും ഉണ്ടാകില്ല. രാവണനെ ഇല്ല. പിന്നെ രാവണന്റെ ഭൂതം എവിടെ നിന്ന് വരാനാണ്? ദേഹാഭിമാനം, കാമം, ക്രോധം, ഇതാണ് വലിയ ഭൂതങ്ങൾ. ഇതിനെ പുറത്താക്കാൻ ഒരേ ഒരു ഉപായമേ ഉള്ളൂ, ബാബയുടെ ഓർമ്മ. ബാബയുടെ ഓർമ്മയിലൂടെയേ മുഴുവൻ ഭൂതങ്ങളും ഓടിപ്പോകൂ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. രാത്രി ക്ലാസ്. വളരെയധികം കുട്ടികൾക്ക് ആഗ്രഹമുണ്ട്, എനിക്കും മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കി മാറ്റുന്നതിനുള്ള സേവനം ചെയ്യണം, തന്റെ പ്രജകളെ ഉണ്ടാക്കണം. എങ്ങനെ തന്റെ മറ്റു സഹോദരങ്ങൾ സേവനം ചെയ്യുന്നുവോ അതുപോലെ ഞാനും ചെയ്യട്ടെ. മാതാക്കളാണ് കൂടുതൽ. കലശവും മാതാക്കൾക്കാണ് നൽകിയത്. ബാക്കിയുള്ളവർ പ്രവൃത്തി മാർഗമാണ്. ഇരുകൂട്ടരും വേണം. ബാബ ചോദിക്കുന്നു, എത്ര മക്കളുണ്ട്? ശരിയുത്തരം നൽകുന്നുണ്ടോ എന്ന് നോക്കും. 5 പേർ സ്വന്തമാണ്, 1 ശിവബാബയാണ്. ചിലർ പറയുന്നതിനു വേണ്ടി മാത്രം പറയുന്നു. ചിലർ സത്യമായും ആക്കുന്നു. ആര് അനന്തരാവകാശി ആക്കി മാറ്റുന്നുവോ അവർ സ്വയം അനന്തരാവകാശിയായി മാറുന്നു. സത്യമായ ഹൃദയത്തിൽ ഭഗവാൻ സംപ്രീതനാകുന്നു. ബാക്കി എല്ലാവരും പറയാൻ വേണ്ടി മാത്രം പറയുന്നു. ഈ സമയത്ത് പാരലൗകിക പിതാവ് എല്ലാവർക്കും സമ്പത്ത് നൽകുകയാണ്. അതിനാൽ ഓർമ്മിക്കേണ്ടതും അവരെ തന്നെയാണ്. ഇതിലൂടെ 21 ജന്മങ്ങളിലേക്ക് സമ്പത്ത് ലഭിക്കുന്നു. ബുദ്ധിയിൽ ജ്ഞാനമുണ്ട്, എല്ലാവരും നിലനിൽക്കില്ല. ബാബ എല്ലാവരുടെയും അവസ്ഥ നോക്കും. സത്യത്തിൽ അനന്തര അവകാശിയാക്കി മാറ്റിയോ അതോ ആക്കി മാറ്റുന്നതിനായി ചിന്തിച്ചിട്ടേ ഉള്ളോ? അനന്തര അവകാശിയാക്കി മാറ്റുക എന്നതിന്റെ അർത്ഥം അറിയാം. വളരെയധികം പേർ ഇങ്ങനെയുണ്ട്. അവർക്ക് മനസ്സിലാക്കിയിട്ടും ആക്കി മാറ്റാൻ സാധിക്കുന്നില്ല. കാരണം മായയ്ക്ക് വശപ്പെട്ടിരിക്കുന്നു. ഈ സമയത്ത് ഒന്നുകിൽ ഈശ്വരന്റെ വശത്ത് അല്ലെങ്കിൽ മായയുടെ വശത്താണ്. ഈശ്വരന്റെ വശത്തുള്ളത് ആരാണോ അവർ അനന്തര അവകാശിയാക്കി മാറ്റും. 8ന്റെ മാലയുമുണ്ട്, 108ന്റെ മാലയുമുണ്ട്. 8 പേർ തീർച്ചയായും അത്ഭുതം കാണിക്കുന്നുണ്ടാകും. തീർച്ചയായും അനന്തര അവകാശിയാക്കി മാറ്റിയിട്ടേ വിടുകയുള്ളൂ. അനന്തര അവകാശിയാക്കി മാറ്റുന്നുണ്ടെങ്കിലും സമ്പത്ത് നേടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉയർന്ന അനന്തര അവകാശിയാക്കി മാറ്റുന്നവരുടെ കർമ്മവും വളരെ ഉയർന്നതായിരിക്കും. ഒരു വികർമ്മവും ഉണ്ടാകില്ല. എന്തെല്ലാം വികാരങ്ങളുണ്ടോ അതെല്ലാം വികർമ്മങ്ങളല്ലേ? ബാബയെ അല്ലാതെ മറ്റാരെയെങ്കിലും ഓർമ്മിക്കുക ഇതുപോലും വികർമ്മമാണ്. അച്ഛൻ എന്നാൽ അച്ഛനാണ്. അച്ഛൻ മുഖത്തിലൂടെ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. നിർദ്ദേശം ലഭിച്ചില്ലേ? അതിനാൽ പൂർണമായും ഓർമ്മിക്കണം. ഇതിലാണ് പരിശ്രമം. ഒരേ ഒരു ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ മായ ഇത്രത്തോളം ഉപദ്രവിക്കില്ല. പക്ഷെ മായയും ശക്തിശാലിയാണ്. മനസ്സിലാകുന്നുണ്ട്, മായ വലിയ വികർമ്മങ്ങൾ ചെയ്യിക്കുന്നു. വലിയ വലിയ മഹാരഥികളെ പോലും വീഴ്ത്തുന്നു.
ദിനം പ്രതിദിനം സെന്ററിന്റെ അഭിവൃദ്ധി ഉണ്ടാകും. ഗീതാ പാഠശാലകൾ അല്ലെങ്കിൽ മ്യൂസിയം തുറന്നുകൊണ്ടിരിക്കും. മുഴുവൻ ലോകത്തിലെയും മനുഷ്യർ അച്ഛൻ പറയുന്നതും അനുസരിക്കും, ബ്രഹ്മാവ് പറയുന്നതും അനുസരിക്കും. ബ്രഹ്മാവിനെയും പ്രജാപിതാവെന്നാണ് വിളിക്കുന്നത്. ആത്മാക്കളെ പ്രജ എന്ന് പറയില്ല. മനുഷ്യ സൃഷ്ടി ആരാണ് രചിക്കുന്നത്? പ്രജാപിത ബ്രഹ്മാവിന്റെ പേര് വരുമ്പോൾ ബാബ സാകാരവും ശിവബാബ നിരാകാരനുമാണ്. അവർ അനാദിയാണ്. ലോകരും അനാദി എന്നാണ് പറയുന്നത്. രണ്ടുപേരുടെയും നാമം വളരെ ഉയർന്നതാണ്. ഒന്ന് ആത്മീയ അച്ഛൻ, അടുത്തത് പ്രജാപിതാവ്. രണ്ടുപേരും ഇരുന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നു. എത്ര ഉയർന്നവരാണ്! കുട്ടികൾക്ക് എത്ര ലഹരി കയറണം, സന്തോഷം എത്ര ഉണ്ടായിരിക്കണം. പക്ഷെ മായ സന്തോഷം അല്ലെങ്കിൽ ലഹരിയിൽ ഇരിക്കാൻ അനുവദിക്കുന്നില്ല. വിദ്യാർത്ഥികൾ ഇങ്ങനെ വിചാരസാഗര മന്ഥനം ചെയ്യുകയാണെങ്കിൽ സേവനവും ചെയ്യാൻ സാധിക്കും. സന്തോഷമായിരിക്കാൻ കഴിയും. പക്ഷെ ഇപ്പോൾ സമയമുണ്ട്. എപ്പോൾ കർമാതീത അവസ്ഥയിൽ എത്തുന്നുവോ അപ്പോൾ സന്തോഷവും ഉണ്ടാകും. ശരി, ആത്മീയ കുട്ടികളെ പ്രതി ആത്മീയ ബാപ്ദാദയുടെ സ്നേഹസ്മരണകളും ശുഭരാത്രിയും. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ദിവസവും രാത്രിയിൽ കണക്കുകൾ നോക്കണം. അതിമധുരമായ ബാബയെ മുഴുവൻ ദിവസത്തിൽ എത്ര ഓർമ്മിച്ചു? തന്റെ ഷോ ചെയ്യുന്നതിന് വേണ്ടി കണക്ക് വെക്കേണ്ടതില്ല. ഗുപ്തമായി പുരുഷാർത്ഥം ചെയ്യണം. 2. ബാബ എന്താണോ കേൾപ്പിക്കുന്നത് അതിനെക്കുറിച്ച് വിചാരസാഗര മന്ഥനം ചെയ്യണം. സേവനത്തിന്റെ തെളിവ് നൽകണം. ചെവി കൊള്ളാതിരിക്കരുത്. ഉള്ളിൽ എന്തെങ്കിലും ആസുരീയ അവഗുണങ്ങളുണ്ടെങ്കിൽ അതിനെ പരിശോധിച്ച് പുറത്തു കളയണം. വരദാനം: വൈരാഗ്യവൃത്തിയിലൂടെ ഈ ലോകത്തു നിന്നും മമത്വമുക്തരായി കഴിയുന്ന സത്യമായ രാജ ഋഷിയായി ഭവിക്കൂ. രാജ ഋഷി അർത്ഥം രാജ്യം ഉണ്ടായിട്ടും പരിധിയില്ലാത്ത വൈരാഗി. ദേഹത്തിലും ദേഹത്തിന്റെ പഴയ ലോകത്തിലും അല്പം പോലും മമത്വം ഇല്ല. എന്തുകൊണ്ടെന്നാൽ അറിയാം, ഈ പഴയ ലോകം തന്നെ സാരരഹിത ലോകമാണ്. ഇതിലൊരു സാരവുമില്ല. അസാര ലോകത്തിൽ ബ്രാഹ്മണരുടെ ശ്രേഷ്ഠ ലോകം ലഭിച്ചു. അതിനാൽ ആ ലോകത്തിൽ നിന്ന് പരിധിയില്ലാത്ത വൈരാഗ്യം അർത്ഥം യാതൊരു മമത്വവും ഇല്ല. എപ്പോൾ യാതൊരു മമത്വവും ചായ്വും ഇല്ലയോ അപ്പോൾ പറയും രാജ ഋഷി അല്ലെങ്കിൽ തപസ്വി. സ്ലോഗൻ: യുക്തിയുക്ത സംഭാഷണം അതാണ്. ഏതൊന്നാണോ മധുരവും ശുഭഭാവന സമ്പന്നവും ആയിട്ടുള്ളത്. ഓം ശാന്തി.